Hi everyone, welcome to Punni's class. Today we will discuss about your 8th lesson of science, motion. Shall we start? ഇപ്പോൾ നമ്മൾ CBSE ക്ലാസ് 9ൻ്റെ സയൻസിൻ്റെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് നോക്കുന്നത്. പിന്നെ എക്സ്ട്രാ പ്രോബ്ലംസൊക്കെ ഞാൻ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലെ പ്രോബ്ലംസ് നോക്കാം. എക്സാമ്പിൾ 8.2. The odometer of a car reads 2000 km at the start of a trip and 2400 km at the end of the trip. If the trip took 8 hours, calculate the average speed of the car in kilometer per hour and meter per second. The initial പൊസിഷൻ 2000 കിലോമീറ്റർ. ഓക്കെ, ഇനി അത് ട്രാവൽ ചെയ്തതെന്ന് പറയുന്നത് 2400, അതായത് ഫൈനൽ പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2400 ആണ്. അത്രയും കിലോമീറ്ററാണ്. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2400 മൈനസ് 2000. ഓക്കെ, അതായത് 2400ൽ നിന്ന് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണോ, അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന കിലോമീറ്റർ എത്രയാണോ അത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ്, അത് എത്ര ദൂരം ഓടി എന്നുള്ളത് നമുക്ക് കിട്ടുമല്ലേ. ദാറ്റ് മീൻസ് അത് 400 കിലോമീറ്ററാണ് അതിൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്തത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ അല്ലെങ്കിൽ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് കാണുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എത്ര ഡിസ്റ്റൻസ് ആണോ എടുത്തത് അതിനെ ടൈം കൊണ്ട്, ടോട്ടൽ ടൈം ടേക്കൺ, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ഇവിടെ ടൈം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദി ട്രിപ്പ് ടുക്ക് 8 hours, 8 മണിക്കൂറാണ് എടുത്തത്. ഓക്കെ, സോ ടൈം ഈസ് ഈക്വൽ ടു 8 hours. അപ്പം നമുക്ക് ആവറേജ് സ്പീഡ് കിലോമീറ്റർ പെർ അവറിലും കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത് കിലോമീറ്ററാണ് അവറുമാണുള്ളത്. സോ നമുക്ക് എന്ത് പറയാം? കിലോമീറ്റർ പെർ അവറിലുള്ളത് കാണാം. 400 ഡിവൈഡഡ് ബൈ 8 ഇസ് ഈക്വൽ ടു 8 × 5 50 എന്ന് വരും അല്ലേ. 50 കിലോമീറ്റർ പെർ അവർ, അല്ലെങ്കിൽ km/(h⁻⁻1) എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ 50 കിലോമീറ്റർ പെർ അവറാണ് അവേഴ്സിലുള്ള അതിൻ്റെ സ്പീഡ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള സ്പീഡും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, സോ 50 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 50 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിനെ ആക്കാനായിട്ട് 5/18 കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്റർ ആകാൻ 50 × 1000 ഡിവൈഡ് ബൈ അവേഴ്സിലാക്കാൻ 3000, സെക്കൻഡിലാക്കാൻ 3600 കൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത് എന്ന് പറയുന്നത് 5/18 തന്നെയാണ്. 50 × 1000 ഡിവൈഡഡ് ബൈ 3600, അതായത് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ
60 മിനിറ്റ് ആണ്. വീണ്ടും അതിനെ സെക്കൻഡ് ആക്കാൻ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് 3600 കിട്ടി. ഓക്കെ, 50 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 3600. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, 50 ഇൻറ്റു 5/18. അതാകുമ്പം കുറച്ചും കൂടി ഈസി അല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം കിലോമീറ്റർ പെർ അവറിൽ എപ്പോൾ വന്നാലും അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 50 ഇൻറ്റു 5 250 ഡിവൈഡഡ് ബൈ 18 ഇസ് ഈക്വൽ ടു നമുക്ക് 13.8 സംതിങ് എന്ന് വരും. അപ്പോൾ അതിനെന്ത് നമ്മൾ എടുക്കുന്നു, 13.9 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഉഷ swims in a 90 meter long pool. She covers 180 meter in 1 minute by swimming from one end to the other and back along the same straight path. അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും അല്ലേ. ഇപ്പം 90 മീറ്റർ ലോങ് ഉള്ള ഒരു പൂളെന്ന് പറയുമ്പോൾ അവൾ 1 മീറ്റർ ലോങ് അത് ആ പൂളിൽ നീന്തി എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ ആണല്ലേ. ഇവിടുന്ന് അങ്ങോട്ടും പോയി അവിടുന്ന് നേരെ ഇങ്ങോട്ടും വന്നു. ഈ രണ്ടിനും കൂടെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനും ഇവിടുന്ന് ഇങ്ങോട്ട് വരാനും കൂടെ എടുത്ത സമയം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ് അല്ലേ. 1 മിനിറ്റ്. ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഓഫ് ഉഷ. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ ചെന്ന് വീണ്ടും തിരിച്ച് ഇവിടെ വരുന്നതാണ് അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് അല്ലേ, ആവറേജ് സ്പീഡെന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്ന ആവറേജ് വെലോസിറ്റി. നമുക്കറിയാം ആവറേജ് സ്പീഡെന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ്, 180 മീറ്റർ ആണ്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ്. ഈ 180 മീറ്റർ നീന്തി വരാനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് average speed is equal to total distance by time taken. ഓക്കെ, ഇവിടെ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനെ ഇവിടെ മീറ്റർ ആണല്ലോ, അപ്പോൾ സെക്കൻഡിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താകും, 60 സെക്കൻഡ് ആവും. ഓക്കെ, 1 മിനിറ്റ് 60 സെക്കൻഡ് ആവും. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു എന്ത് വരും, ടോട്ടൽ ഡിസ്റ്റൻസ് 180 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 60. ഈ 0 ക്യാൻസൽ ആവും. 6 ഇൻറ്റു 3. സോ 3 എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡെന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് എഴുതണം, യൂണിറ്റിന് മാർക്കുള്ളതാണ്. സോ എന്താണോ അവിടെ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള യൂണിറ്റ് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ആവറേജ് വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അവിടെ തന്നെ വന്ന് നിൽക്കുകയാണല്ലേ. ഇവിടുന്ന് നീന്തി ഇവിടം വരെ പോയി തിരിച്ച് വീണ്ടും ഇവിടം വരെ വന്നു. സോ ഇവിടുത്തെ
ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണല്ലേ. കാരണം ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 0 ആണ്, അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. സോ 0 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റിയോ വെലോസിറ്റി ഓർ ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു എന്ത് പറയാം 0 ബൈ അതുപോലെ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. സോ 0 ബൈ 60, അതിപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 60 എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ് 0 തന്നെയാണല്ലേ. അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡാണ് എന്ത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. വെലോസിറ്റി ടൈമും അല്ലെങ്കിൽ ആ സ്പീഡും അവ തമ്മിലുള്ള ഒരു റിലേഷനൊക്കെ പഠിച്ചിരുന്നാൽ മതി, ആ ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കാൻ പോകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡ്യൂറിങ് യൂണിഫോം മോഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ദി വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് ടൈം. In this case, the change in velocity of the object for any time interval is 0. അതായത് ഒരു ഒബ്ജക്റ്റ് നേർരേഖയിൽ കൂടി യൂണിഫോം മോഷനിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല. വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻ ദിസ് കേസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഫോർ എനി ടൈം ഇൻ്റർവെൽ ഈസ് 0. However, in non-uniform motion, velocity varies with time. അതായത് സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് വരും. നോൺ യൂണിഫോം മോഷനിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. വെലോസിറ്റി റിമെയിൻസ് 0. ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ദി പാത്ത്. ദാസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദി ഒബ്ജെക്റ്റ് ഡ്യൂറിങ് എനി ടൈം ഇൻ്റർവെൽ ഈസ് നോട്ട് 0. യൂണിഫോം മോഷനിൽ ഒരു വസ്തു ചലിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് നമ്മൾ കണ്ടു അല്ലേ. അതിനെ നമ്മൾ പറയുന്നത് യൂണിഫോം വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വ്യത്യാസം വരുന്നതിന് നമ്മൾ എന്ത് പറയും? നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഒരാൾ ഓടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. അതേസമയം ആ ആൾ സർക്കുലർ പാത്തിൽ കൂടി ഓടുകയാണെങ്കിൽ നമ്മളതിനെ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സിലറേഷൻ. അപ്പം നമ്മൾ കണ്ടു ചേഞ്ച് ഇൻ വെലോസിറ്റിയും കോൺസ്റ്റൻറ്റും കണ്ടു അല്ലേ. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നതും കണ്ടു, ചേഞ്ച് ഇൻ വെലോസിറ്റിയും കണ്ടു. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഒരു യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റിക്കാണ് നമ്മൾ പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദി മെഷർ ഓഫ് ദി ചേഞ്ച് ഇൻ ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ഇഫ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ചേഞ്ചസ് ഫ്രം ദ ഇനിഷ്യൽ വാല്യൂ u to the final value v in time t, then the acceleration a is v minus u by t. അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണെന്ന് നമ്മൾ കണ്ടു. ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റിയെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. സോ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ, അതാണ് ആക്സിലറേഷൻ. ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ വി എന്നും ഇനിഷ്യൽ വെലോസിറ്റിയെ യു എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ വി മൈനസ് യു ബൈ ടി. ഇനി ഈ ആക്സിലറേഷൻ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതിൻ്റെ ആക്സിലറേഷൻ പോസിറ്റീവ് ആകുന്ന അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവിലാണെങ്കിൽ അത് പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. നെഗറ്റീവിലേക്കാണ് പോകുന്നത്, അതായത് ഓപ്പോസിറ്റ് ടു പോസിറ്റീവ്, ദാറ്റ് ഈസ് നെഗറ്റീവ്, അത് നെഗറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആയിരിക്കും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പോസിറ്റീവ് ആക്സിലറേഷൻ. ഇഫ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഇൻക്രീസസ് ദെൻ ദി ഒബ്ജെക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ പോസിറ്റീവ് ആക്സിലറേഷൻ. ഇഫ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഡിക്രീസസ് ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ നെഗറ്റീവ് ആക്സിലറേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഫോം ആക്സിലറേഷൻ. ഇഫ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഓൾവേസ് ദി സെയിം ദെൻ ദി ഒബ്ജെക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം ആക്സിലറേഷൻ. അതായത് ഒരു വസ്തു ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആണെങ്കിൽ
അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ആക്സിലറേഷൻ നമ്മൾ പറയുന്നതാണ് യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, അത് ഇൻക്രീസും ആകാം ഡിക്രീസും ആകാം. If an object travels in a straight line and its velocity increases or decreases by equal amounts in equal intervals of time, equal intervals of time ഇല്ല, equal amounts of changes ആണ് വരുന്നതെങ്കിൽ നമുക്കതിനെ യൂണിഫോം ആക്സിലറേഷനിലാണെന്ന് പറയാം. The motion of a freely falling body is an example of uniformly accelerated motion. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ വേരിയബിൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഫ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം ഈസ് നോട്ട് ദി സെയിം ആണെങ്കിൽ നമ്മളതിനെ യൂണിഫോം ആക്സിലറേഷൻ, നോട്ട് ദ സെയിം അല്ല എങ്കിൽ നമ്മളതിനെ നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്നും പറയുന്നു.